ക്യാരക്ടർ, ഒരു നാട്ടിൻപുറത്തൊരു ക്യാരക്ടറിന് മറ്റൊരു ക്യാരക്ടറിനോട് പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറയുമ്പോഴും അതിന് ഒരു ചിരി ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളണ്ടിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതില്ലാത്തൊരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സിനിമാ ഡയലോഗിന് യാതൊരു പ്രസക്തിയില്ല. പോളണ്ടിനെ കുറിച്ച് നമുക്കറിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ 1976 കേരളത്തിൽ എഴുതപ്പെട്ട ഖനി എന്ന് പറയുന്ന ചിദംബരം മാസ്റ്റർ നാടകം അവിടെ കളിക്കുന്നു. അതായത് ജാർഖണ്ഡിലെ ഒരു ഖനി അപകടം, അതിൽ 347 പേര് മരിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ചെസ്നാല അതിനോട് ഒരു ഗവൺമെൻറ് പുലർത്തിയ ഒരു താല്പര്യമില്ലായ്മ, ആളുകളെ കൊല്ലാൻ വിട്ടതിനോടുള്ള ഒരു പ്രതികരണം കേരളം പോലൊരു സ്ഥലത്ത്, കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഒരു അധ്യാപകനായിരുന്ന ഒരു പ്രശസ്തനായ നാടകൃത്ത് എഴുതുന്നു. അത് കേരളത്തിൽ അക്കാലത്ത് പല സ്ഥലത്തും കളിക്കുന്നു. അത്തരത്തിലുള്ളൊരു ബോധ്യമുണ്ടായിരുന്നൊരു ജനതയാണ് ജാർഖണ്ഡിലെ ഖനിയപകടം ഇവിടെ നാടകമായിട്ട് അവതരിപ്പിക്കപ്പെട്ടൊരു ജനതയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഈ അഖ്ലാഖും പെഹ്ലാഖാനും ജുനൈദിൻ്റെയും കൊലപാതകങ്ങൾ നമ്മൾ ദീർഘമായി ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രധാനപ്പെട്ട ചർച്ച പോലും അല്ലാത്ത തരത്തിലേക്ക് ഇത്തരം പ്രിഫറൻസുകൾ മാറിയത്? അതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്താണ് പങ്ക് എന്നുള്ള കാര്യം ജേക്കബിന് തോന്നുന്നില്ല? മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും അജണ്ടയുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഭീകരമായ ഒരു ഇടത് വിരുദ്ധത എല്ലാ മാധ്യമങ്ങൾ ഡെസ്കിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് പറഞ്ഞുറപ്പിക്കാനുള്ള വലിയ ശ്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്നുണ്ടാക്കിയ മാറ്റങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ അതിദാരിദ്ര്യ മുക്ത പരിപാടി കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുകളിലെ 10,000-12,000 15,000 ഗ്രാമസഭകൾ ചേർന്നെടുത്ത തീരുമാനങ്ങളുടെ ഒരു ബാക്കിപത്രമാണ്. അതിലൊരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും അതിന് മേൽനോട്ടം കൊടുത്തു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് നടത്തിയെടുത്തത് കേരളത്തിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ്. അവിടുത്തെ ഗ്രാമസഭകളാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനെ കണ്ടത്? ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ഇടത് വിരുദ്ധതയുണ്ട്. ഈ ഇടത് വിരുദ്ധത എന്നുള്ളത് CPM വിരുദ്ധതയുടെ പ്രശ്നമല്ലത്. അതല്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനോടുള്ള വിരുദ്ധതയല്ല. അയൽപക്കക്കാരൻ എൻ്റെ സഹോദരനാണ്, അയാൾ എൻ്റെ സഹോദരനാണെന്നും ഞാൻ അയാളുടെ കാവൽക്കാരനാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഇടത് ബോധ്യം. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തീരുമാനിക്കുന്നതാണ് എൻ്റെ ഭാവി, എൻ്റെ ചിന്തയാണ് എൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞോളെ. ഇതാണ് ശരിയായ വലതുപക്ഷ ചിന്ത. ഈ ഇടതുപക്ഷ ചിന്തയാണ് ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞത്. ഏതോ ചെസ്നാലയിൽ ഒരു ഖനിക്കിടയിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ ഓർത്ത് കേരളത്തിൽ ഇരുന്ന് വിലപിക്കുന്ന കവിയും അയാളുടെ വാക്കുകൾ കേൾക്കുന്ന മനുഷ്യരും നമ്മുടെ നാട്ടിലൊരു 10-40 വർഷം മുമ്പ് നിറഞ്ഞിരുന്നു. ആ കാലം പോയിട്ട് നമ്മൾ ഇവിടെ വരുന്ന പുറത്തു നിന്ന് ആ ഖനിയുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ പത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. മറ്റുള്ള മനുഷ്യർ ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് തീരെ പ്രാധാന്യം കുറഞ്ഞ സ്ഥലമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുക. ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, വ്യക്തിഗതമായിട്ട് എത്രത്തോളം നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ്. ആ ഒരൊറ്റ കമ്മ്യൂണിക്കേഷനാണ് പുറത്തേക്ക് വരുന്നത്. ഒരു സർക്കാർ പദ്ധതിയെയും നമ്മൾ കാണുമ്പം അത് എത്രത്തോളം മനുഷ്യർക്ക് ഗുണകരമാകുന്നു അതിനുള്ളൊരു ഫെയർ ആയിട്ടുള്ളൊരു ഓഡിറ്റ് അല്ല പലപ്പോഴും നമ്മൾ കാണുന്നത് അതൊരു ശരിക്കുള്ള അജണ്ട വെച്ചിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസം NHRMൻ്റെ പണം സംസ്ഥാനത്തിന് കുറയ്ക്കും എന്ന് കാണുമ്പം സംസ്ഥാനത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഇതിനു മുമ്പേ പല മനുഷ്യരും സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ വൻകിട, നമ്മുടെ നാട്ടിലെയോ ഇന്ത്യയിലെ പോലും അല്ല, വിദേശ കുത്തകകൾ, അതായത് പണം കൊണ്ട് വ്യാപാരം നടത്തുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ മേൽ കുത്തക നേടിയെടുക്കുന്നു. പല ആശുപത്രികളും അങ്ങോട്ട് പോകുന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. NHRMനുള്ള പണം തടഞ്ഞു വെച്ചപ്പോൾ അതിനെക്കുറിച്ച് റെസ്പോൺസ് നമ്മൾ കാണുന്നില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് നമ്മളുടെ NHRMൽ പണം കുറഞ്ഞു പോയിട്ടുള്ള ശരിക്കും സംഭവിക്കുന്ന നമ്മളെപ്പോലെയുള്ള കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ
ഏത് സർക്കാരായാലും അവർ നടത്തുന്ന ശ്രമം വളരെയധികം ദുർബലപ്പെടുമെന്നുള്ളതാണ്. നമ്മളിതിനെ കൂട്ടിക്കെട്ടി വായിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാകുന്നില്ല. സർക്കാർ വിമർശനം നടത്തുന്ന ആൾക്കാർ പോലും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതായത് കേരളത്തിലുള്ള CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം LDF എന്ന് പറയുന്ന സംവിധാനത്തോടുള്ള എതിർപ്പ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പായിട്ട് മാറുന്നു. അതിന് വളരെ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ വാർത്തകളുടെ ഒരു പ്രശ്നമെന്നുള്ളത്, വാർത്തകൾക്ക് വസ്തുതകൾ വേണം. ആ വസ്തുതകൾ പലപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്യണം, അത് ക്രോസ് വെരിഫൈ ചെയ്യണം, അത് വസ്തുതയാണെന്ന് ഉറപ്പുവരുത്തണം. അതിൻ്റെ ഇടയ്ക്കൂടെ പറ്റിപ്പോകുന്ന അബദ്ധങ്ങളുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം എന്നൊക്കെയുള്ള വളരെ ക്ലാസിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാധ്യമ രീതികൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും ഇല്ലാണ്ടായിരിക്കുന്നു. എഡിറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ ഒരു തസ്തികയായിട്ട് മാറുന്നു. ഡെസ്ക് എന്ന് പറയുന്നത് അപ്രധാനമായിട്ട് മാറുന്നു. മാധ്യമങ്ങൾ പലപ്പോഴും മൈക്ക് ഓപ്പറേറ്ററുടെ പണി മോശമായതുകൊണ്ടല്ല, പക്ഷേ മാധ്യമത്തിൻ്റെ പണി വേറെ ആയതുകൊണ്ടാണ്. മാധ്യമങ്ങൾ പണി പലപ്പോഴും മൈക്ക് ഓപ്പറേറ്റർമാരുടേതാകുന്നു. അതിൻ്റെ പുറത്ത് യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും ഇല്ലാതിരിക്കുന്നു. വസ്തുതകൾ അറിയാനുള്ള മനുഷ്യരുടെ അവകാശം പലപ്പോഴും ഇല്ലാതായി. അപ്പോൾ അത് ആളുകൾ വിചാരിക്കുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. NHRMൻ്റെ പൈസ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് വീണ ജോർജിൻ്റെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നമുക്ക് വായ്പ എടുക്കാനുള്ള പദ്ധതി ലിമിറ്റ് വീണ്ടും കുറച്ചാൽ നമുക്ക് ആകെ കൂടി വരുന്ന എന്താണ്, അത്രയും കുറവ് പിന്നെ കടമേ നമ്മൾ എടുക്കുള്ളൂ, ഇതില്ലെങ്കിൽ ഈ പൈസ മുഴുവൻ ബാലഗോപാൽ വീട്ടിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളുടെ കടമെടുപ്പിൻ്റെ റേഷ്യോ കുറഞ്ഞു വരികയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അത് സ്വീകരിക്കാൻ ആൾക്കാർക്ക് തയ്യാറല്ല. ഇത് മുഴുവൻ ഇവർ കടമെടുത്ത് മുടിപ്പിക്കുകയാണ്. ഇമാതിരിയുള്ള നാടിൻ്റെ രാഷ്ട്രീയവും ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ മിക്സ് ചെയ്ത് അതിനെ ഒരുമിച്ചെതിർക്കുന്ന ഒരു മാധ്യമ രീതി നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് വലിയ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണാൻ സാധിക്കാതെ വരുന്നു. അതിനു പകരം സാധാരണഗതിയിൽ പ്രാധാന്യം കിട്ടാത്ത വാർത്തകൾ. ഇപ്പം തിരുവനന്തപുരത്ത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു യന്ത്രം കേടായപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ എല്ലാ വിഷയത്തിനും ലീഡ് വാർത്തയായിട്ട് മാറുന്നു. നമ്മൾ ഈ പറയുന്ന പാലക്കാട്ടെ കൊലപാതകം അങ്ങനെ വരുന്നില്ല, അല്ല അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. ഈ വാർത്തകൾ വരും. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എക്യുപ്മെൻറ്റ് കേടായിട്ടുണ്ടെങ്കിൽ വാർത്ത വരും. പക്ഷേ അത് പ്രാദേശിക പത്രത്തിൽ പ്രാദേശിക ഭരണാധികാരികൾ കാണത്തക്ക വിധത്തിൽ അതിന് പരിഹാരം ഉണ്ടാകണം. അങ്ങനെ വാർത്ത വരും. അതല്ലാതെ ഈ പത്രത്തിൻ്റെ കോയമ്പത്തൂരും ഡൽഹിയിലും ദുബായിലുമുള്ള പത്രത്തിൽ വാർത്ത വരില്ല. ആ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്നുള്ളത് നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ടയല്ല. അത് പക്ഷെ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് മുഴുവൻ ഈ പണം മുഴുവൻ കുറേ പേർ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ്. അവർ ഈ നാടിനൊന്നും ചെയ്യുന്നില്ല, കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇങ്ങനെ നിരന്തരം പുഷ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനം, അതായത് ഇങ്ങനെ അയൽപക്കംകാരൻ നരകമാണ്, അപ്പുറത്തിരിക്കുന്നവൻ നരകമാണ് എന്നൊരു ചിന്ത മെല്ലെ നമ്മുടെ സെൻസിബിലിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയപ്പെടേണ്ട ഒരവസ്ഥ, നമ്മൾ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ, അതൊരു സുഖകരമായൊരു കാര്യമല്ല. നമ്മുടെ മക്കൾ അവർ കൊല്ലപ്പെടാൻ നമുക്ക് താല്പര്യമില്ല, അവർ കൊലപാതകികളാകാനും നമുക്ക് താല്പര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു ജനറേഷനെ അല്ല സൃഷ്ടിക്കേണ്ടത്. കേരളം ഇത്രയധികം മുമ്പോട്ട് പോയൊരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ സൃഷ്ടിക്കേണ്ടത് മെച്ചപ്പെട്ട മനുഷ്യരെയാണ്. ആ മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് പകരം മാധ്യമങ്ങളുടെ അജണ്ട വലതുപക്ഷ അജണ്ടയാവുകയും നമ്മൾ കൊലപാതകികളോ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവരോ ചിലപ്പോൾ കൊല്ലപ്പെടുന്നവരോ ആകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് ഈ പ്രവണത ഇവിടെ വെച്ച് നിർത്തുക എന്നുള്ളതിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ട ആളുകൾ മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷെ അവരത് എത്രത്തോളം എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. കേരളം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സ്പേസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജേക്കബ് പറഞ്ഞു വെച്ചതിൻ്റെ ഒരു സാരാംശം. ഇപ്പോൾ ഷാഹിൻ ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടായി ജേർണലിസം ആരംഭിച്ചിട്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ളൊരു വിഷ്വൽ മീഡിയയിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു സ്വന്തം നിലയിലുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് സ്ഥാപനം വരെയിലേക്ക് എത്തി നിൽക്കുന്നൊരു കരിയർ സ്പാനുണ്ട് ഷാഹിനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഗേറ്റ് കീപ്പിംഗ് നടത്തേണ്ട എഡിറ്ററുടെ അഭാവം, അതുപോലെ തന്നെ ഈ പറയുന്നൊരു കേരളം എന്ന് പറയുന്നൊരു സോഷ്യൽ സ്പേസിനോടുള്ള ഒരു തരത്തിലൊരു വിരുദ്ധത, അതുപോലെ തന്നെ പരിഗണന നൽകേണ്ട വിഷയങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമമായിക്കോട്ടെ, ഇത്തരത്തിൽ ഉള്ള ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കോ പുറത്തു നിന്നുള്ള മനുഷ്യർക്കോ നേരെയുള്ള കൂട്ടായിട്ടുള്ള ആക്രമണം ആയിക്കോട്ടെ, ഈ വർദ്ധിച്ചു വരുന്ന ഈ ഹിന്ദുത്വവൽക്കരണത്തോടുള്ള ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അജണ്ടയോടുള്ള ഒരു തരത്തിലുള്ളൊരു അഭിനിവേശമായിക്കോട്ടെ, ഇതെങ്ങനെയാണ് നമ്മുടെ ഈ മാധ്യമങ്ങളെ ഇക്കാലത്ത് ബാധിച്ചത്? അതെത്രമാത്രം നമ്മുടെ ഒരു സോഷ്യൽ സ്ഫിയർ ദോഷമാണ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ജേക്കബ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാനുള്ളത്, മാധ്യമങ്ങളുടെ ഈ ഒരു
ഈ തരത്തിലുള്ളൊരു ഷിഫ്റ്റ് സമീപകാലത്ത് സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം എടുത്താൽ, കേരളത്തിലൊരു ക്രൈം നടന്നാൽ, ഇപ്പോൾ ഒരു കൊലപാതകം നടന്നാൽ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വാർത്ത കൊടുക്കും, ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ നിന്ന്. നേരെ മറിച്ച് ഒരു കൊലപാതക കേസിൽ പ്രതിയാവുന്നത് ഒരു മലയാളിയാണെങ്കിൽ മലയാളി അറസ്റ്റിൽ നിന്ന് നമ്മൾ കാണാറില്ല. കൊല്ലുന്ന ഒരക്രമി, അയാളൊരു അക്രമിയാണ്, അല്ലെങ്കിൽ അയാളൊരു കുറ്റാരോപിതനാണ്. അയാൾ മലയാളിയാണോ, തമിഴ്നാട്ടുകാരനാണോ, ഒഡീസക്കാരനാണോ എന്നുള്ളതിന് എന്താണ് പ്രസക്തി? നമ്മളെപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്നതാണ് ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ എന്ന തലക്കെട്ട്. ഈ തലക്കെട്ടുകൾ ഉണ്ടാക്കുന്ന സിനോഫോബിയ, ഈ തലക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഈ വംശീയ വിദ്വേഷം എന്ന് പറയുന്നത് അതൊരു തരം സ്ലോ പോയിസണാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ നിരുപദ്രവകരം എന്ന് തോന്നുന്ന ഒരു തലക്കെട്ടാണത്. ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അന്യസംസ്ഥാന തൊഴിലാളി എന്നാണ് അവർ കൊടുക്കാറ്, ഇതര സംസ്ഥാന തൊഴിലാളി എന്നല്ല. അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. ആ വാക്കിലൊരു അന്യതയുണ്ട്. ആ കുറ്റാരോപിതനായ വ്യക്തിയുടെ ദേശം അല്ലെങ്കിൽ അയാളുടെ ആ ഐഡൻറ്റിറ്റിയാണ് അവിടെ അക്യൂസ്ഡ് ആയിട്ട് വരുന്നത്. ആ ഐഡൻറ്റിറ്റിക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അതേസമയം അപ്പുറത്തെ പേജിൽ വേറൊരു കൊലപാതക വാർത്ത ഉണ്ടാകാം, വേറൊരു മോഷണ വാർത്ത ഉണ്ടാകാം, അതിൽ പിടിക്കപ്പെടുന്നത് ഒരു മലയാളി തന്നെയാണ്. അത് മലയാളിയാണെന്ന് അവർ കൊടുക്കാറില്ല, അതിൽ വരാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സംസ്കാരം കേരളത്തിൽ ഉണ്ടായി വന്നിട്ട് കുറച്ചധികം കാലമായി. അത് പക്ഷേ നേരത്തെ ഇവിടെ ജേക്കബ് പറഞ്ഞ പോലെ, ശ്രീത്ത് പറഞ്ഞ പോലെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എഡിറ്ററുടെ അഭാവം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മാധ്യമങ്ങൾ നിൽക്കുന്നത്. ഈ എഡിറ്ററുടെ അഭാവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ അതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഇത് മാത്രമല്ല, മാധ്യമങ്ങൾ കൂടി ചേർന്ന് സൃഷ്ടിച്ച, ഞാൻ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് മാത്രമാണ് എന്ന് അഭിപ്രായമുള്ള ആളെയല്ല, മാധ്യമങ്ങൾ കൂടി ചേർന്ന് സൃഷ്ടിച്ച ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് പൊതുധാരണകളുണ്ട്. ഗൾഫ് കുടിയേറ്റം ആണ് കേരളം ഇന്ന് നേടിയിരിക്കുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. ഗൾഫ് കുടിയേറ്റം കൊണ്ടാണ് കേരളം നന്നായത് എന്ന്. ഗൾഫ് കുടിയേറ്റം എങ്ങനെ സാധ്യമായി എന്ന ചോദ്യം, ഗൾഫ് അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ കുടിയേറിയിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ തന്നെ. പക്ഷെ കേരളത്തെക്കാൾ പഴയ കുടിയേറ്റ ചരിത്രം അവർക്കുണ്ട്. എന്നിട്ട് പഞ്ചാബും ഗുജറാത്തും ഒക്കെ കേരളം പോലെ ആയോ എന്ന ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കുന്നില്ല. ഈ കുടിയേറ്റത്തിൻ്റെ സാധ്യത എന്തായിരുന്നു? ഈ കുടിയേറ്റം എങ്ങനെ സാധ്യമായി? ആർക്കാണ് ഈ കുടിയേറ്റം സാധ്യമായത്? ഗുജറാത്തിൽ ആർക്കാണ് കുടിയേറ്റം സാധ്യമായത്? കേരളത്തിൽ ആർക്കാണ് കുടിയേറ്റം സാധ്യമായത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസം ഉണ്ടാക്കിയത് ആരാണ്? എന്തുകൊണ്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക്, ജാതീയമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഈഴവരടക്കമുള്ള മുസ്ലിങ്ങളടക്കമുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് കുടിയേറ്റം സാധ്യമായി എന്ന ചോദ്യത്തിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് അത് എത്തേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു പൊതുബോധം എന്ന് പറയുന്നത് കേരളം നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഗൾഫ് കുടിയേറ്റമാണ്. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പങ്കില്ല, ഇടതുപക്ഷത്തിന് പങ്കില്ല, കേരളം മാറി മാറി ഭരിച്ച ഒരു മുന്നണിക്കും അതിൽ പങ്കില്ല എന്നാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പൊതുബോധം. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം ലോട്ടറിയും മദ്യവുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു തെറ്റായ പൊതുബോധമാണ് ഇത്. ഇങ്ങനെ ഈ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത് പുറമേക്ക് വയലൻ്റ് അല്ല എന്ന് തോന്നുന്ന, പുറമേക്ക് വളരെ സാധാരണമായി തോന്നുന്ന കാര്യങ്ങളിലൂടെ കൂടിയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പ്രകടമല്ലാത്ത, ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകരം എന്ന് തോന്നുന്ന ഒരു തെറ്റായ പൊതുബോധം പതുക്കെ അത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ശക്തമായി, ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറയാവുന്ന തരത്തിൽ കേരളത്തിൽ അത് വേര് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ഏതാണ്ട് അതിൽ പെട്ട് കഴിഞ്ഞു. നമ്മളൊരു അൽഗോരിതമൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. വെർട്ടിക്കലൈസ്ഡ് ആയിട്ടുള്ള അൽഗോരിതമൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ. ലോകത്തെ വെർട്ടിക്കൽ വ്യൂവിലാണ് ഇപ്പോൾ കാണുന്നത്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് പറഞ്ഞാൽ നമുക്ക് തന്തവൈവാണെന്ന് പറയും. പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ അൽഗോരിതമൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്താണ്. നമ്മൾ കാണുന്നതും സത്യത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു എക്കോ ചേമ്പറിലാണ്. കാരണം
ഒരേപോലെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ കൂട്ടമാണിത്. ഇത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണോ വേണ്ടത്, അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണോ ഗുണമുണ്ടാവുക എന്നൊക്കെ സംശയമുള്ള ആളാണ് ഞാൻ. എനിക്കതിൽ നല്ല സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വന്ന് സംസാരിക്കുന്നത്. നമ്മളിരിക്കുന്നത് ഒരു എക്കോ ചേമ്പറിലാണ്, ഒരേപോലെയുള്ള മനുഷ്യർ ഇരിക്കുന്നൊരു സ്ഥലമായത്. ഇതിൻ്റെ പുറത്തുള്ള മനുഷ്യരെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു വലിയ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരേപോലെയുള്ള മനുഷ്യർ മാത്രം തമ്മിൽ കാണുന്ന ഒരു ഒന്നായി ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ്, അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് അങ്ങനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വംശീയ വിദ്വേഷം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അതായത് അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ജാതി വിദ്വേഷവും മതവിദ്വേഷവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അടുത്ത ക്ലിക്കിലും അവർ കാണുന്നത് അത് തന്നെയായിരിക്കും, അതിൻ്റെ തൊട്ടടുത്ത ക്ലിക്കിലും അവർ കാണുന്നത് അത് തന്നെയായിരിക്കും. ഇത് മനുഷ്യരെ പതുക്കെ വളരെ ആഴത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള വിഭജനങ്ങൾ അതുവഴി വേരൂന്നുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എത്രത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ എത്രത്തോളം പഠനങ്ങളുണ്ടെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ പുറത്തൊക്കെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാവുന്നത് പോലെ ഇപ്പം മ്യാൻമറിൽ നടന്ന കലാപം, മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കലാപത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ചാലകശക്തി ഫേസ്ബുക്കാണ് എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഫാക്ട് ഫൈൻഡിങ് മിഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ലോകത്തെ ഈ തരത്തിൽ, ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടും നടക്കുന്ന അതിതീവ്ര വലതുപക്ഷവൽക്കരണവും നിയോ കൺസർവേറ്റീവിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പുതിയ തരം കൺസർവേറ്റീവ്സവും ലോകം മുഴുവനും വളരെ ശക്തമായി വേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ഇടപെടാനുള്ള അല്ലെങ്കിൽ അതിനെ ചെറുക്കാനുള്ള ഉപാധികൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ മാത്രം സംഭവിക്കേണ്ടതോ മാധ്യമങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതോ ആയ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പൊതുവിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, എല്ലാ ഉത്തരവാദിത്തങ്ങളും മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും അവരവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുകയും ചെയ്യുക എന്നുള്ളൊരു പണി നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. നമ്മളുടെയൊക്കെ തലച്ചോറുകൾ വളരെ ആ തരത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജേർണലിസമാണ് എന്ന നാട്യത്തിൽ കഥാപ്രസംഗം നടത്തുന്നവർക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന നാടാണ് നമ്മുടെ. ഒരാൾ വന്നിരുന്ന് ക്യാമറയിൽ നോക്കിയിട്ട് വളരെ വൈകാരിക വിക്ഷുബ്ധമായ പൊട്ടിത്തെറി നടത്തുമ്പോൾ നമ്മളൊക്കെ വളരെ ഹാപ്പിയാവും. അതിന് ഷെയറാണ്, അതിങ്ങനെ പറക്കുവാണ്. പക്ഷേ കൃത്യമായി കാര്യം പറയുകയും വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായി സംസാരിക്കുകയും നെല്ലും പതിരും തിരിച്ചുള്ള വാർത്ത തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന മാധ്യമങ്ങൾ നമ്മൾ കാണുന്നില്ല, നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ അവർക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ല. ഇപ്പം എന്നോട് ഈ സമീപകാലത്ത് മലയാളത്തിൽ വന്ന ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ചിലപ്പോൾ 3/4 ആളുകളും കണ്ടിട്ടില്ലാത്തൊരു വാർത്തയായിരിക്കും. അത് ശ്രീജിത്ത് പിന്നെ പ്രവർത്തിക്കുന്ന അഴിമുഖത്തിലും അതുപോലെ ഇംഗ്ലീഷിൽ ന്യൂസ് മിനിറ്റിലും ഒക്കെ വന്നിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തയാണ്. അതിൽ ആ വാർത്ത എന്തുകൊണ്ടാണ് ഒരുപാട് പേര് വായിക്കാതെ പോയതെന്ന് ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പുകാരനാണെന്ന് അതിലെവിടെയും പറയുന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ളൊരു അഭിപ്രായം അതിൽ പറയുന്നേ ഇല്ല. ആ അഭിപ്രായം രൂപീകരിക്കാനുള്ള ഉത്തരവാദിത്വം അത് വായിക്കുന്നവർക്ക് വിട്ടിരിക്കുകയാണ്. ആ ലേഖന പരമ്പരയിലുടനീളം പറയുന്നത് അയാളുടെ ബിസിനസ് ഏത് തരത്തിൽ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. എത്രത്തോളം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. പക്ഷേ അത്തരം വാർത്തകൾ നമ്മൾ വായിക്കാറില്ല. കാരണം അതിൽ നമ്മളുടെ ഒരു വൈകാരികതയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളില്ല, അത്തരത്തിലുള്ള എന്താ പറയുക, അങ്ങനെയുള്ള വിഷ്വലുകളില്ല, കഥാപ്രസംഗമില്ല. അത് വാർത്തയാണ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള വാർത്തയാണ്. വളരെ പ്ലെയിനായ വാർത്ത നമുക്ക് വേണ്ട. അതായത് ഒരു വാർത്ത വായിച്ച് അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ട് അതിൽ നിന്നും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ഉത്തരവാദിത്തം നമുക്ക് തരികയാണെങ്കിൽ നമുക്കത് വേണ്ട എന്നുള്ളതാണ്. ആ നിഗമനം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങ് നടത്തി തരണം എന്ന ഒരു സമീപനം. ഈ വാർത്തയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നുള്ളതും ഈ വാർത്ത നമുക്കുണ്ടാക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതും നിങ്ങളിങ്ങനെ ഒരു കഷ്ണം പേപ്പറിൽ പൊതിഞ്ഞിട്ട് എനിക്ക് തന്നാൽ വളരെ സന്തോഷം എന്ന ഒരു സമീപനത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഏറ്റവും എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ റേറ്റിംഗ് നോക്കും.
നമ്മളൊരു സിനിമ കാണാൻ റേറ്റിംഗ് നോക്കും, ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ റേറ്റിംഗ് നോക്കും. ഒരു റേറ്റിംഗും നോക്കാതെ യാതൊരു തരത്തിലുള്ള ചിന്തയും ഇല്ലാതെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, അത് വാർത്തയാണ്. നമ്മൾ ടെലിവിഷൻ കാണുന്നു, ടെലിവിഷനിലെ അവതാരകരുടെ പ്രസംഗങ്ങൾ കാണുന്നു, നമ്മളത് അങ്ങനെ തന്നെ കൺസ്യൂം ചെയ്യുകയാണ്. നമ്മൾ ഇതിങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതാണോ ഇന്നത്തെ പ്രധാന വാർത്ത, ഈ വാർത്ത തിരഞ്ഞെടുത്തതിൽ അവർക്കുള്ള അജണ്ട എന്താണ്, അതിൻ്റെ മുൻഗണന അവരെങ്ങനെയാണ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം തെറ്റാണോ ശരിയാണോ, ഇങ്ങനെ എത്ര പേര് ആലോചിക്കാൻ മെനക്കെടുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്, എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എല്ലാവരും പങ്കിടേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ, ഇവിടെ ഇത്തരം ചർച്ചകളിൽ വരുന്ന ആളുകൾ ആരാണ് എന്നുള്ളത്. ഞാൻ ഈയിടെ ബാംഗ്ലൂർ 2 ദിവസത്തെ ഒരു മാധ്യമ സെമിനാറിൽ പങ്കെടുക്കാൻ പോയി. അപ്പം ടെലിവിഷനെ കുറിച്ചുള്ളൊരു ചർച്ചയാണ്. അവിടെ വന്നിട്ടുള്ള പാനലിസ്റ്റുകൾ ഒന്ന് ശ്രീനിവാസൻ ജെയിൻ, പിന്നെ മറ്റൊന്ന് മായാ ശർമ്മ. ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആങ്കർമാരായിരുന്നു. ശ്രീനിവാസൻ ജെയിനും മായാ ശർമ്മയും ഒന്നും ഇപ്പോൾ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നില്ല. ഈ ടെലിവിഷനിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ആലോചിക്കാനോ ചർച്ച ചെയ്യാനോ ജനങ്ങളുടെ മുന്നിലേക്ക് വരാനോ ഒരു ഫീഡ്ബാക്ക് എടുക്കാനോ വിമർശനങ്ങൾ കേൾക്കാനോ ഒന്നുമുള്ള സമയമില്ല, താല്പര്യമില്ല. ഇപ്പം ഇതുപോലുള്ള ചർച്ചകളിൽ വരുന്ന ആളുകൾ മാധ്യമങ്ങൾ നടത്തുകയും മാധ്യമങ്ങളുടെ ഭാഗമായിരിക്കുകയും എന്നാൽ വേറിട്ട ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വേറിട്ട തരത്തിൽ ഉള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവർ മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അഴിമുഖം പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്താ പ്ലാറ്റ്ഫോം നടത്തുന്ന ശ്രീജിത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെക്കൻ ക്രോണിക്കിളിൻ്റെ ഭാഗമായി അതിൻ്റെ എഡിറ്ററായിട്ടിരിക്കുന്ന ജേക്കബ്, ഞാനും ഏറെ കാലം ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളോടൊപ്പം നിന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി സ്വന്തമായൊരു മാധ്യമ സ്ഥാപനം തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്ന മനുഷ്യരാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് പോലും ഇതിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. മറിച്ച് നമ്മൾ തിരിച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഒരു റേറ്റിംഗും നോക്കാതെ കൺസ്യൂം ചെയ്യുന്നതും ഈ പറയുന്ന ഈ അനുദിനം സമൂഹത്തെ ഇങ്ങനെ വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയും വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുകയും യാതൊരു തരത്തിലുള്ള ഉൾക്കാമ്പുമില്ലാത്ത കഥാപ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെയാണ് എന്നുള്ളത് നമ്മൾ സ്വയം വിമർശനപരമായി ആലോചിക്കേണ്ട, പാർട്ടി ഭാഷയിൽ പറഞ്ഞാൽ സ്വയം വിമർശനപരമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.